അതുകൊണ്ട് പറഞ്ഞ ആ ലാൻഡിന് സോ ഇമ്പോർട്ടൻറ്റ്. ലാൻഡ് മസ്റ്റ് ഹാവ് ടു ബി ദെയർ. അത് കഴിഞ്ഞ് ഈ ഇമ്പോർട്ടൻസ് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഡ്യൂട്രോണമി ആദ്യത്തെ ഒരു 10-11 ചാപ്റ്റർ വായിക്കുമ്പം ആ 8, 9, 10, 11 ഒക്കെ വരുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം നിറഞ്ഞ് ഒഴുകണം. ദൈവത്തിൻ്റെ ആ ലാൻഡായിട്ട് വരും. പാലും തേനും ഒഴുകുന്ന രാജ്യമെന്നൊക്കെ പറയുന്നത് എന്തൊരു അതിശയകരമായ, എന്തൊരു അത്ഭുതകരമായ അല്ലെ അതിശയകരമായ, എന്തൊരു വണ്ടർഫുൾ വെയിലാണെന്നറിയാം അത് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. 8, 9 ഒക്കെ ഒരു പ്രാവശ്യം പറഞ്ഞേ, ഒരു വാർത്ത വായിക്കുന്നത്, നിങ്ങൾ ഈജിപ്തിലെ പോലെ അല്ല. ഈജിപ്തിൽ നിങ്ങൾക്ക് ഈസിയാണ്, ബട്ട് ഇവിടെ നിങ്ങൾ എന്നെ സേവിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും. ഐ ആം ദ ഭൂമി, ഐ ആം ദ എർത്ത്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെയുള്ള രീതി. അപ്പോൾ അതുകൊണ്ടാണ് ലാൻഡിന് ഒത്തിരി, പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് ഇത് മനസ്സിലായിട്ടില്ലായിരുന്നു ആ സമയത്ത്. അവർ ദേ ടേക്ക് ഫോർ ഗ്രാൻഡഡ്. എക്സൈലിൽ പോയപ്പോഴാണ് അവർക്ക് അതിൻ്റെ മനസ്സിലായത്. ഈ ലാൻഡിലാണ് ഇവിടെ അവിടെ നിന്ന്. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനത്തിനകത്ത് വരുമ്പം കേബാർ അല്ലരി ആ പാട്ട് പാടുന്ന സങ്കീർത്തനത്തിനകത്തും ഉണ്ട്. അല്ലരി ഞങ്ങളുടെ അല്ലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ട് ഞങ്ങളവിടെ അന്യദേശത്ത് ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ പാടേണ്ടതായിരുന്നു. ബട്ട് ഞങ്ങളത് വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഞങ്ങളതിന് ഇനഫ് വാല്യൂ കൊടുത്തില്ല. ഇപ്പം ഞങ്ങൾ എക്സാലിൽ താമസിക്കും. അപ്പോൾ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, ആ ലാൻഡിനെ ഓർത്ത് ദുഃഖിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ആ ലാൻഡ് വിട്ടുകൊടുക്കാൻ പറ്റാത്തത്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടുള്ള ദൈവം വസിക്കുന്ന ഭൂമിയാണ് ദാറ്റ് ലാൻഡ്. ശരിയാണ്, ഇന്ന് ഒത്തിരി ഗാസ യുദ്ധങ്ങളൊക്കെ ആ കഷ്ടപ്പാടുകളൊക്കെ കണ്ട് ശരിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേങ്കിൽ ആ ലാൻഡ് ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുത്ത ഇതുകൊണ്ട് ഇതിൻ്റെ സിംബോളിക്കൽ വേ ദൈവം നിങ്ങൾക്ക് തന്ന ജീവിതം നശിപ്പിച്ച് കളയരുത്. മറ്റുള്ള ഒന്നിനും ഇത് കൊടുക്കരുത്. നിങ്ങൾ പോകുന്ന ദേശം, നിങ്ങൾ കയറുന്ന വീട്, നിങ്ങൾ കയറുന്ന വാഹനം എന്തുമായിക്കോട്ടെ, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതോറിറ്റി ഉണ്ട് എന്ന് പറയുന്ന രീതി വേണം നമ്മൾ ഇരിക്കാൻ. നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ശല്യമായി പോയെന്ന് പറയരുത്. ആ ദേശത്തൊരു അനുഗ്രഹമായി തീരുന്നെന്ന് പറയണം. വിത്ത് അതോറിറ്റി. ശരി, ആദ്യം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആൾക്കാരൊക്കെ കുറ്റി ഡോണ്ട് ബോദർ. ആ ഡിസ്ട്രാക്ഷൻസ് എല്ലായിടത്തും മാറ്റുക, എന്നിട്ട് കോർ മീനിങ്ങിലോട്ട് പോവുക.